ആര്യൻ നമ്മുടെ ഗേൾസിൻ്റെ അടുത്ത് ഒരു ടാസ്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് തന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെയുള്ളവരെ പറ്റിക്കാം എന്നുള്ള രീതിയിലാണ് ആര്യൻ സംസാരിക്കുന്നത്. അനുമോളും ആദിലയും അതേപോലെ നൂറയും ഉണ്ട്. അപ്പം മെയിനായിട്ട് അവർ കരുവാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനീഷിനെയാണ്. ഇവിടെ ഓൾറെഡി ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് ഒക്കെ 2 കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതേപോലെ അനീഷേട്ടന് നല്ല വിഷമം ഉണ്ടായിരുന്നു അനീഷേട്ടനെ സീക്രട്ട് ടാസ്കിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാത്തതിൽ. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അനീഷേട്ടൻ കൂടും, കഴിഞ്ഞ 2 വട്ടം നമ്മൾ ചെയ്തതല്ലേ, അതുകൊണ്ട് അനീഷേട്ടൻ ഈ വട്ടം കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഓരോ ടാസ്ക് പ്ലാൻ ചെയ്യാണ്. ആരും പറയണത് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യിപ്പിച്ചാലോ, അപ്പം പിന്നെ വെയിലത്ത് നിർത്തിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മുട്ട മേടിക്കാം, അവരെന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് പറയുന്നത് മുട്ട മേടിക്കാം എന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഷാനവാസിക്കയുടെയും സാബുമാൻ്റെയും പേര് പറയുന്നുണ്ട്. സാബു വിശ്വസിക്കും എന്നുള്ള രീതിയിൽ, കാരണം 2 വട്ടവും അവനെ ഉൾപ്പെടുത്തിയതല്ലേ, അപ്പോൾ അവൻ വിശ്വസിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. തുണി കഴിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ അനുമോൾ അത് വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആതിരയുടെ ഐഡിയ ആണ് ശയനപ്രദർശനം ചെയ്യിപ്പിക്കാം. അത് നമ്മുടെ അനീഷേട്ടനെയാണ് ശയനപ്രദർശനം ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബിഗ് ബോസ് ടാസ്ക് അനൗൺസ് ചെയ്താൽ പോലും അത് നിർത്തിയിട്ട് വരാൻ പാടില്ല, ആരും കാണാതെ അവിടെ കിടന്ന് ഉരുളണം എന്നുള്ള രീതിക്ക് വേണം നമുക്ക് പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് ചോദിക്കുവാണെങ്കിൽ, ഇവിടെ ബിഗ് ബോസ് തീരാറാകുമ്പോഴത്തേക്കും 2 വീക്കിനുള്ളിൽ ഏതെങ്കിലും ഗസ്റ്റ് വരുന്നെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ സീക്രട്ട് ടാസ്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പാവം അനീഷേട്ടൻ ഓൾറെഡി മനസ്സ് വിഷമിച്ചിരിക്കുകയായിരുന്നു, ആരും വിളിക്കുന്നില്ലല്ലോ, ഇത്രയും എല്ലാവരോടും കൂട്ടുകൂടിയൊക്കെ നടന്നിട്ടെങ്കിലും ആരും സീക്രട്ട് ടാസ്ക് ഒന്നും ചെയ്യാൻ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് പോലും വിളിച്ചില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമം ഓൾറെഡി അനീഷേട്ടനുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ കോമാളിത്തരം കാണിക്കാൻ വേണ്ടി പുള്ളിനെ വിളിക്കുവാണെങ്കിൽ പുള്ളിക്ക് അതൊരു നല്ല വിഷമമായിരിക്കും. ഓൾറെഡി വിളിച്ച ആൾക്കാരെ ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർ ഓൾറെഡി ടാസ്കിൽ ഇൻവോൾവ് ആയതാണ്, അവരെ വേണമെങ്കിൽ പ്രാങ്ക് ചെയ്യാം. പക്ഷേ അനീഷേട്ടനെ വിളിക്കുന്ന സമയത്ത് അനീഷേട്ടൻ എന്തായാലും ചിന്തിക്കും, ഇവർക്ക് ചുമ്മാ പ്രാങ്ക് ചെയ്യാനും ഫണ്ടിന് വേണ്ടി മാത്രമാണോ, അത്ര വാല്യൂ ഉള്ളൂ എനിക്ക്, ഓൾറെഡി പുള്ളിയുടെ ജയിലിൽ പുള്ളിയുടെ പുള്ളി ഐശ്വര്യമാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചു, അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു പ്രാങ്കൊക്കെ കൊടുത്ത് അവരെ പറ്റിച്ച് എന്തെങ്കിലും ഹാർഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടാസ്കോ ഫണ്ണി ആയിട്ടാണെങ്കിൽ പോലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തായാലും വിഷമം വരും. കാരണം ഇപ്പം പുള്ളിനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ടാസ്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല, ഇവൻ ചെയ്തിട്ടുമില്ല, ചുമ്മാ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫണ്ണാക്കാൻ വേണ്ടി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും അനീഷേട്ടനെ നല്ലപോലെ വിഷമിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അനുമോൾ അതിന് സമ്മതിക്കുന്നു. അനുമോൾ വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇവർ ചെയ്യൂ ഇല്ലയോ എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം.